ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ മാൽദീവ്സിലെത്തിയിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഇന്ന് ഇവിടുന്ന് മാൽദീവ്സിൻ്റെ തിമ്രാവുഷി എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക് പോകാനാണ് എത്തിയിരിക്കുന്നത്. അന്നേരം ഇപ്പോൾ മാൽദീവ്സിലെ ഒരു ബോട്ട് ജെട്ടിയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 222 കിലോമീറ്റർ നമ്മൾ കടലിൽ കൂടെ യാത്ര ചെയ്താലാണ് തിമ്രാവുഷി ഐലൻഡിൽ എത്തുന്നത്. പിന്നെ ഇവിടുത്തെ ബോട്ട് ജെട്ടി അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. നല്ല വെള്ളമൊക്കെ കണ്ടില്ല, നല്ല ക്ലീനായിട്ട് കിടക്കുകയാണ്. നമുക്ക് അടിത്തട്ട് വരെ കാണാം. അത് നമുക്ക് അതിൻ്റെ ഒരു നീണ്ട വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ഒരു പച്ചയും നീലയും കലർന്ന ഒരു ജലമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് സീ ഫ്ലൈറ്റാണ്. ഇത് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ലെങ്കിലും കാണാത്തവരും കാണും, കണ്ടിട്ടുള്ളവരും കാണും. അത് വെള്ളത്തിൽ ലാൻഡ് ചെയ്യും, അറിയാമല്ലോ. അന്നേരം നമുക്ക് ബോട്ടിനകത്തേക്ക് കയറാം. പിന്നെ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് ബോട്ടിനകത്തെ കുറച്ച് കാഴ്ചകളും കടലിൽ കൂടെയുള്ള കുറച്ച് യാത്രകളും കാണാം. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങുകൾ ഇവിടെ ധാരാളമുണ്ട്. അവർ ബീച്ചിൻ്റെ സൈഡിലും എല്ലാം തെങ്ങ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് നാടിൻ്റെ ഒരു ഓർമ്മ കൂടി മനസ്സിൽ കൂടി ഓടി വരും. പിന്നെ ഇവിടെ സൈഡിലായിട്ട് 2 തണൽ മരങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ താഴെയായിട്ട് അവർ നമുക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് കസേരകൾ ഇട്ടിട്ടുണ്ട്. ഈ മരത്തിൻ്റെ തണലിൽ കസേരയിലിരുന്ന് കടലിൽ നിന്ന് വരുന്ന കാറ്റും കൊണ്ട് കടലിൻ്റെ ഭംഗി അതിമനോഹരമായിട്ട് നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും.
അങ്ങനെ അല്പനേരം നമ്മൾ മരത്തണലിൽ കടലിൽ നിന്ന് വരുന്ന കാറ്റൊക്കെ കൊണ്ടിരുന്ന ശേഷം സായാഹ്നമായപ്പോൾ ആ കടലിലൊന്ന് കുളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് കടലിലേക്ക് കുളിക്കാൻ ഇറങ്ങി. ആ കടലിലെ കുളിയുടെ ആ ഒരു ഇത് നിങ്ങളത് പറഞ്ഞ് അറിയിക്കേണ്ടതില്ലല്ലോ. നിങ്ങളെപ്പോലെ ഞങ്ങളും കടലിൻ്റെ ആ കുളി ഇവിടെ നല്ല രീതിയിൽ ആസ്വദിച്ചു. നമുക്ക് നല്ല രീതിയിൽ നീന്താനും, വലിയ തീരങ്ങളിൽ വലിയ ആഴമില്ല കേട്ടോ. പിന്നെ അല്പം കല്ലുകളുണ്ട്, അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം. കല്ല് കൂർത്തയായതുകൊണ്ട് ചിലപ്പം കാല് കീറാൻ സാധ്യതയുണ്ട്. പിന്നെ അത്യാവശ്യം ചില ഏരിയകൾ കല്ല് മാറി മണലുമുണ്ട്, അന്നേരം നമ്മൾ അത് നോക്കി നിന്ന് കുളിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടുത്തെ ജെട്ടിയിലേക്ക് അല്പം ഫിഷിങ്ങിനായി ഇവിടുത്തെ കടയിൽ നിന്ന് കുറച്ച് ചൂണ്ടയൊക്കെ പിടിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫിഷിങ് തുടങ്ങി. അങ്ങനെ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ, താമസമില്ലാതെ തന്നെ നമുക്ക് ഓരോരുത്തരുടെയും ചൂണ്ടയിൽ ഓരോരോ മീൻ കൊടുക്കാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ, നല്ല മീനുകൾ. അതാ ഇവനെ കണ്ടില്ലേ, നാട്ടിലെ വയലിൽ പൊത്തേ പിടിച്ച് നടന്ന ഇവിടെ വന്നൊരു കയ്യിലൊരു വലിയ മീനെ കിട്ടിയപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടില്ല. അവൻ എന്തോ വലിയ പ്രാവിനെ പിടിച്ചാണ് കൈ കാണിക്കുന്നതൊക്കെ. ഇതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ, ആര് വന്ന് ചൂണ്ടയിട്ടാലും മീനൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒന്ന് ചൂണ്ടയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഈ കാണുന്നത് തിമ്രാഫുഷിയിലെ ഒരു ചെറിയ ഓപ്പൺ ജിംനേഷ്യമാണ്. ഇത് ഇവിടുത്തെ നാട്ടുകാർക്കും വരുന്ന ടൂറിസ്റ്റുകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് അതിമനോഹരമാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇക്കാലത്ത് ഈ കോവിഡിൻ്റെ കാലത്ത് എല്ലാം നമ്മുടെ ആരോഗ്യമാണെന്ന് തെളിയിച്ച് തന്നെയാണല്ലോ. സമ്പത്തല്ല വലുത്, ആരോഗ്യമാണെന്ന് തെളിയിച്ചെന്ന അവസരത്തിൽ ഇതിന് വളരെ വലിയ പ്രാധാന്യം തന്നെയാണുള്ളത്. ഈ കാണുന്നത് MGH എന്ന് പറയുന്ന ഇവിടുത്തെ ബോട്ട് യാർഡാണ്. അതിൻ്റെ വെളിയിലായിട്ട് കുറച്ച് ചെറിയ ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്നതാണ്. അതിൻ്റെ മെയിൻ്റെനൻസും അവിടെ നടക്കുന്നുണ്ട്. നമുക്കിനി MGH ബോട്ട് യാർഡിൻ്റെ അകത്തേക്ക് പോകും. ഇവിടെ നമ്മൾ വെളിയിൽ കണ്ടതിനേക്കായും അത്യാവശ്യം വലിയ ഒരു ബോട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാണം ഏകദേശം പകുതി ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇത് ഫിഷിംഗ് ബോട്ടാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും മനസ്സിലൊരാഗ്രഹം വരും, ഈ ബോട്ടിൽ കയറി കടലിൽ പോയി നടുക്കടലിൽ നിന്ന് ഫിഷിങ് ചെയ്യാൻ. തിമ്രാഫുഷി ബോട്ട് ചട്ടിയിൽ നിന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ബോട്ടുമായിട്ട് ഒരു ടീം ഫിഷിങ്ങിനായിട്ട് നടുക്കടലിലേക്ക് പോകും. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളോട് കൂടട്ടോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് കൂടിക്കോളാം. അങ്ങനെ ഞങ്ങൾ 4 ആൾക്കാരുമായിട്ട് ചേർന്ന് ഫിഷിങ്ങിനായിട്ട് കടലിലേക്ക് പോയി. അങ്ങനെ ഏകദേശം നല്ല ദൂരം കടലിൻ്റെ നടുക്കെത്തിയപ്പോൾ ഫിഷിങ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം അവർ റെഡിയാക്കാൻ തുടങ്ങി. അവർ ആ ചൂണ്ടയൊക്കെ എടുത്ത് അതിൻ്റെ ടങ്കൂസൊക്കെ എടുത്ത് റെഡിയാക്കി ടൈ ചെയ്ത് നമുക്കും തരും കേട്ടോ. അവരുടെ കയ്യിലുണ്ടല്ല, കാരണം നമ്മൾ ഫിഷ് ചെയ്ത് മീൻ കിട്ടിയാലും അത് അവർക്ക് കിട്ടുമല്ലോ. തിമ്രാഫുഷിയിലെ ആൾക്കാർ നല്ല സഹകരണമാണ് കേട്ടോ. അവർ ഇത് അറേഞ്ച് ചെയ്യുമ്പം അത്യാവശ്യം ക്ഷമയൊക്കെ വേണം. അവർ നല്ല ക്ഷമയുള്ള ആൾക്കാരാണ്. അവരതെല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ കാണിക്കും. അവർ ഈ ചൂണ്ടയൊക്കെ ഇതിനകത്ത് കൊരുക്കുന്നതൊക്കെ നല്ല രസമാണ്. കാരണം അതൊരു പ്രത്യേക രീതിയിൽ കെട്ടിയാലേ അത് നിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അതെല്ലാം ഊരിപ്പോവും, മീൻ ചൂണ്ടയും കൊണ്ടുപോയി കളയും. അങ്ങനെ അവർ കെട്ടി അത് കഴിഞ്ഞ് നമുക്കും ചൂണ്ട തന്നു. നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, നമ്മൾ ചൂണ്ടയിട്ട് അത് മീൻ കുരുങ്ങുമെന്നോ കിട്ടുമെന്നോ ഒന്നും. പിന്നെ ഒരു രസം, അങ്ങനെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഏകദേശം അങ്ങനെ നമ്മൾ കടലിന് നല്ല ദൂരം എത്തി. പക്ഷേ ഇവർക്കറിയാമല്ലോ ഏകദേശം എവിടാണ് നല്ല കടലിൽ മീൻ കിട്ടുന്നതെന്ന്. അങ്ങനെ അവർ ആ മീൻ കിട്ടുന്ന പ്രദേശം നോക്കി തന്നെ പോവുകയാണ്. അപ്പം നമ്മൾ ചൂണ്ടയും എല്ലാം റെഡിയാക്കി സെറ്റായിരിക്കുകയാണ്. ആദ്യം ബോട്ടിലെ ക്യാപ്റ്റൻ്റെ ചൂണ്ടയിലാണ് മീൻ കുടുങ്ങിയത്. നല്ലൊരു മീനെയാണ് കിട്ടിയത്. മീനിൻ്റെ പേരറിയാൻ വയ്യെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു മീനാണ്. ഇവർ ഈ മീനിൻ്റെ വായിൽ നിന്നും ചൂണ്ട ഊരാനായിട്ട് ഒരു പ്രത്യേകം ഒരു തടി വെച്ചൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ച് അതിൻ്റെ വായിൽ നിന്ന് തിരികെ ഈ ചൂണ്ട റിലീസ് ചെയ്തെടുക്കുന്നത്. അത് കാണാൻ ഒരു രസമാണ്. അത് കഴിഞ്ഞ് അവർ ബോട്ടിൽ തന്നെ അതിൻ്റെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്, അതിനകത്ത് മീനെ സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മുടെ അടുത്തൊരു സുഹൃത്തിനും ചൂണ്ടയിൽ മീനെ കിട്ടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ പാര എന്ന് പറയുന്ന മീൻ, അത്യാവശ്യം വലിയ രീതിയിലുള്ള മീനെയാണ് പുള്ളിയും പിടിച്ചത്.
അത്യാവശ്യം പുള്ളി 2-3 പിടിച്ചു കേട്ടോ. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മീനെല്ലാം പിടിച്ചപ്പോൾ. ഒന്ന് കാണേണ്ട സന്തോഷം തന്നെ, മലയാളിയുടെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടല്ലോ എവിടെ ചെന്നാലും. ഞങ്ങളങ്ങനെ ഫിഷിങ് കഴിഞ്ഞ് തിമരാവുഷി ബോട്ട് ചെട്ടിയിലെത്തിയപ്പോൾ അവിടെ അത്യാവശ്യം വലിയൊരു ബോട്ട് കിടക്കുന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ഫിഷുമായിട്ട് വന്ന ബോട്ടാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് കയറി നോക്കിയാൽ അത് മൊത്തം ചൂര മീനാണ്. ആ ചൂരയെ കൊണ്ടുവന്നിട്ട് അവർ അവിടെ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത്, അവിടെ ഒരു ഫാക്ടറി ഉണ്ടെന്നും അത് അങ്ങോട്ട് കൊണ്ടുപോയി അത് ഉണക്കി വൃത്തിയാക്കി പാക്ക് ചെയ്ത് മാലിദ്വീപ്സിൻ്റെ മാർക്കറ്റിലോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനോ അവർ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ സായാഹ്ന സവാരിക്ക് ഇറങ്ങി. സായാഹ്ന സവാരി എന്ന് പറയുമ്പം അല്പം ഇരുട്ടായി കേട്ടോ. സായാഹ്ന സവാരി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് ഐലൻഡിലെ ഹെൽത്ത് ആൻഡ് സ്പോർട്സ് കമ്മ്യൂണിറ്റി സെൻ്ററിലേക്കാണ്. ഇവർ ഒരു ഇൻഡോറായിട്ട് ബാഡ്മിൻ്റൺ യാർഡും ഒരു ടേബിൾ ടെന്നീസ് കോർട്ടെല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബാഡ്മിൻ്റൺ യാർഡിൽ അവർ എൻ്റെ ബാറ്റും ഷട്ടിൽ കോക്കും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവിടെ ഉള്ള സിറ്റിസനും നമുക്ക് വിദേശികൾക്കും എക്സ്പീരിയൻസ് ചെയ്യാം ഗെയിമിങ്. അതിലൊന്നും ഒരു പ്രശ്നമില്ല, അനുവദനീയമാണ്. അത് കഴിഞ്ഞാൽ ടേബിൾ ടെന്നീസ് ഉണ്ട്. പിന്നെ ക്യാരംസ് ബോർഡ് കാണാം നമുക്കിവിടെ. ക്യാരംസ് കളിക്കാൻ താല്പര്യമുള്ള ക്യാരംസ് കളിക്കാം. പിന്നെ ബില്ലിയാർഡ്സ് റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ജിമ്മും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് വെളിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു ഓപ്പൺ വോളിബോൾ കോർട്ട് കാണാം. പിന്നെ ഒരു ഫുട്ബോൾ ടർഫും അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ സ്പോർട്സിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്പോർട്സിന് മാത്രമല്ല, ഹെൽത്തിന്. ഒരു കാര്യം, ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ പുറത്തുനിന്ന് വരുന്നവരോട് നല്ല സഹകരണവും അവരുടെ ആ ആത്മാർത്ഥമായ സ്നേഹവുമാണ്. തിമരാവുഷി ഐലൻഡിലെ ഈ വീട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. ഈ വീട്ടിൽ നിങ്ങൾക്ക് കാണാം, കേരളത്തിൻ്റെ പല കോണിൽ നിന്നും പല ആവശ്യങ്ങളുമായി ഈ റൂമിൽ ഞങ്ങൾ ഉൾപ്പെടെ 9 പേരുണ്ടായിരുന്നു. അപ്പം മറ്റുള്ളവരുടെ വിശേഷങ്ങളും അവരെന്തിനാണ് ഇവിടെ എത്തിയെന്നുള്ളത് അറിയാനായി അടുത്ത എപ്പിസോഡിൽ ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നെബൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.